സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ ബൈബിളുകളൊന്ന് തുറന്നു കാണിക്കാമോ? ദിവ്യപുസ്തകം, ദിവ്യപുസ്തകം, എവിടെ നിന്ന് വായിച്ചാലും സഹായം ലഭിക്കും. കഷ്ടങ്ങൾ വന്നാലും ദുഃഖമേറിയെന്നാലും ഇടവിടാതെ വായിക്കൂ ദിവ്യപുസ്തകം. എപ്പോഴാണ് വായിക്കേണ്ടത്? കഷ്ടതയുണ്ടാവുകയാണെങ്കിലും സന്തോഷമുണ്ടാവുകയാണെങ്കിലും അനുദിനവും വായിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ഞായറാഴ്ച മാത്രം 5 അധ്യായങ്ങളിലും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 3 അധ്യായങ്ങളും വെച്ച് വായിക്കുകയാണെങ്കിൽ 1 വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ച് തീർക്കുവാൻ കഴിയും. എങ്ങനെയാണ് വായിക്കേണ്ടത്? ഞായറാഴ്ച നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ ശനിയാഴ്ച വായിക്കുക. അങ്ങനെ നിങ്ങൾ വായിക്കുകയാണ് എങ്കിൽ 1 വർഷമാകുമ്പോഴേക്കും ബൈബിൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വായിച്ചു തീർക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുക. എത്ര തവണ നിങ്ങളോട് ബൈബിൾ വായിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട്, എന്നാൽ ഇതുവരെ 1 തവണ പോലും പൂർത്തിയായിട്ട് വായിച്ചു തീർത്തിട്ടില്ല. കാരണം ക്രമമായി വായിക്കുകയില്ല. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ അതുപോലെ മത്തായിയുടെ സുവിശേഷം മുതൽ ഒരു ക്രമത്തിൽ വായിച്ചു പോവുക. അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അവിടെ നിന്ന് 2-3 വാക്യങ്ങൾ, ഇവിടെ നിന്ന് 2-3 വാക്യങ്ങൾ, അങ്ങനെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം ക്രമമായിട്ട് വായിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ളതായ ഉത്തരം നിങ്ങൾക്ക് മറ്റൊരു അധ്യായത്തിൽ ലഭിക്കും. അതുകൊണ്ട് ക്രമമായിട്ട് വേദപുസ്തകം വായിക്കുക. ചിലർ കഷ്ടത വരുമ്പോൾ മാത്രമാണ് വായിക്കുന്നത്. ഒരു സഹോദരൻ അങ്ങനെ കർത്താവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബൈബിൾ തുറന്നു. യൂദാ ഇസ്കരിയോത്ത് പോയി തൂങ്ങിച്ചത്തു എന്ന വചനമാണ് കിട്ടിയത്. അയ്യോ, എന്താണ് കർത്താവ് ഇങ്ങനെ സംസാരിച്ചത്? വീണ്ടും ഒരിക്കൽ കൂടി വാക്യം എടുക്കുകയാണ്. അതുകൊണ്ട് ഈ തവണ എന്നോട് സംസാരിക്കണമേ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുറന്നു നോക്കി. നീയും അങ്ങനെ തന്നെ പോയി ചെയ്യുക എന്ന വാക്യം വന്നു. 3-ാം തവണ കർത്താവ് വീണ്ടും തുറക്കുകയാണെന്ന് പറഞ്ഞിട്ട് വായിച്ചു. അപ്പോൾ എന്താണോ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വേഗത്തിൽ പോയി ചെയ്യുക എന്ന വാക്യം വന്നു. ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് ഒരിക്കലും ബൈബിളിനെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് പറയുവാൻ പാടില്ല. ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത്? അപ്പോൾ പറയാണ്, ഞാൻ കുറച്ചേ കുടിക്കുന്നുള്ളൂ എന്ന്. അത് മദ്യപാനം ശരിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, പൗലോസ് തിമോഥെയോസിന് എഴുതിയിട്ടുണ്ടല്ലോ, കുറച്ച് വീഞ്ഞു കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ വാക്യമെടുത്ത് പറയുകയാണ്, മദ്യപാനി സ്വർഗത്തിൽ കടക്കുകയില്ല, മദ്യപാനിയും വ്യഭിചാരിയും ദാരിദ്ര്യം അനുഭവിക്കും, അതുപോലെ മദ്യം എത്രമാത്രം ദോഷം ചെയ്യരുത്, അത് നോക്കുപോലും ചെയ്യരുത് എന്നാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് വാക്യങ്ങൾ കാണാൻ കഴിയും. മദ്യപാനത്തെക്കുറിച്ച് ബൈബിൾ എന്താണോ പറയുന്നത് അത് നാം വായിക്കണം. ഇന്ന് നാം കനാൻ ദേശത്തിലേക്ക് പോവുകയാണ് എങ്കിൽ, ഇസ്രായേൽ ദേശത്തിലേക്ക് പോവുകയാണ് എങ്കിൽ, ഇപ്പോഴും അവിടെ ശുദ്ധജലത്തിന് വളരെ വിലയാണുള്ളത്. അവിടെ വെള്ളക്കുപ്പി വാങ്ങുകയാണെങ്കിൽ കൂടുതൽ വില കൊടുക്കണം. അതേസമയത്ത് വീഞ്ഞ് വാങ്ങുകയാണെങ്കിൽ വിലക്കുറവാണ്. വീഞ്ഞെന്ന് പറയുമ്പോൾ പുളിച്ച വീഞ്ഞല്ല, ഫ്രഷ് ജ്യൂസാണ്. എന്താണ്, അവിടെ വെള്ളത്തിന് ക്ഷാമമായിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിന് വില കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളും ഈ ജ്യൂസാണ് കുടിക്കാറുള്ളത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലഹരി പിടിപ്പിക്കുന്നതായിട്ടുള്ളതായ വൈൻ എന്ന് പറയുന്നതായിട്ടുള്ള ജ്യൂസ് അല്ല. ഇങ്ങനെ ചില ആളുകൾ ആഭരണം ധരിച്ചില്ല, അത്രയുമേ വായിക്കുള്ളൂ, ബാക്കിയുള്ള ലൈൻ വായിക്കുകയില്ല. ആഭരണം ധരിക്കാൻ പാടില്ല, ധരിച്ചാൽ നരകത്തിൽ പോകും. അങ്ങനെ അവർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കുക, അസൂയപ്പെടുവാൻ പാടില്ല. ഈ വചനമൊന്നും അവർ ഓർക്കുകയില്ല. നീ ആഭരണം ധരിച്ചിരിക്കുന്നുണ്ടോ, ആഭരണം ധരിച്ചിരിക്കുന്നില്ലേ എന്നതല്ല വിഷയം. ഒരുപക്ഷെ നിന്റെ ആഭരണം നിനക്ക് അഹങ്കാരത്തിന് കാരണമായാൽ അതെടുത്ത് കളയുക. അതല്ലാതെ ആഭരണം എടുത്തു മാറ്റിയിട്ട് അഹങ്കാരം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെന്തായിത്തീരും? അതുകൊണ്ടാണ് വചനം അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ചൊക്കെ എടുത്തിട്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ചില വിഷയങ്ങളെ സംബന്ധിച്ച് കൽപ്പനകളുണ്ട്, 10 കൽപ്പനകൾ. അവയെ ആർക്കും തന്നെ മാറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഓപ്ഷൻസ് കാണുവാൻ കഴിയും. നിന്റെ ഇഷ്ടമാണത്, ദൈവം അതിന് അനുവദിച്ചിരിക്കുന്നു. അതായത് നിന്റെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ചില വിഷയങ്ങളിൽ നിനക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും. അതാണ് ഉള്ളത്. ഉദാഹരണമായിട്ട്, താടി നീളമുള്ളത് വേണോ, ഫ്രഞ്ച് താടി വയ്ക്കാൻ കഴിയുമോ, മീശ വളർത്തണമോ, അതോ മീശ പൂർണ്ണമായും എടുത്തു മാറ്റണമോ? അതിനെക്കുറിച്ചൊന്നും ബൈബിളിൽ എവിടെയും എഴുതിയിട്ടില്ല. മീശയുള്ള വ്യക്തി നരകത്തിൽ പോകും എന്നൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മുഖത്തിൻ്റെ മീശ വേറെയാണ്, നിങ്ങളുടെ മുഖത്തിന് വേറെയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മീശയേ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈലുണ്ട്, ഹെയർ സ്റ്റൈൽ അങ്ങനെ വെക്കുവാൻ കഴിയും, അല്ലാതെ ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ തല മുട്ടയടിക്കണം എന്നൊന്നും അവിടെ പറയുന്നതേ ഇല്ല. അതുകൊണ്ട് ചില ആളുകളാണെങ്കിൽ അനാവശ്യമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വെറുതെ വിമർശിക്കാറുണ്ട്. ഇവർ പൂർണ്ണമായി ബൈബിൾ വായിക്കാത്തവരാണ്. എങ്ങനെയുള്ളവരാണ്? വാക്യം അവിടുന്നും ഇവിടുന്നും മാത്രം വായിക്കുന്ന ആളുകൾ. ഇവരെക്കുറിച്ചാണ് പറയുന്നത്. തിരിച്ചിടാത്തതായ അപ്പം. ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് വേവിക്ക് മറു സൈഡ് തിരിച്ചിടാതെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് മാവ് പച്ചയായിട്ടിരിക്കും. അപ്പോഴത് കഴിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കുമോ? അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവർ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ അത് എല്ലാം പ്രവർത്തിക്കുവാനിടയാകും, എന്നാൽ മറ്റു ചിലത് കണക്കാക്കില്ല. അവരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അവർ വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ജാഗ്രത കാണിച്ചിട്ട് പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ വരുമ്പോൾ ഉപേക്ഷ വിചാരിക്കാറുണ്ട്. അതായത് മുഖ്യമായ കാര്യങ്ങൾ ചെയ്യാതെ അനുസരിക്കാതെ നിസ്സാര കാര്യങ്ങളെ അവർ എടുത്തു കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ അന്ത്യകാലത്തെ ഹൃദയശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാതെ നോക്കുമ്പോൾ മാനസാന്തരം, രക്ഷ എന്ന പടികളുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെടുവാനിടയായി, കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കാത്തിരുന്ന് അവന്റെ അഭിഷേകം പ്രാപിക്കാനിടയായി, കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഭാരമുണ്ട്, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ട്, കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആ ഓട്ടക്കളത്തിൽ ഓടുകയാണ് എന്നുള്ളതായ ഒരു വലിയൊരു ചിട്ടയുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ഈ കാലത്ത് ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ പാപത്തെ ഏറ്റു പറഞ്ഞില്ല, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം, മുൻപോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതെങ്ങനെയാണ് നടക്കുന്നത്? ചിലപ്പോൾ എനിക്ക് ഒരുപാട് വരങ്ങൾ നൽകിയിട്ടുണ്ട്, ദൈവം എനിക്ക് ഒരുപാട് കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, വരമെന്ന് പറയുമ്പോൾ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആരോ നമുക്ക് ദാനമായി നൽകിയതാണ്, അവർക്ക് ദാനമായി കിട്ടിയതല്ല. ഗിഫ്റ്റ് എന്നത് നമുക്ക് വെറുതെ കിട്ടിയതാണ്. എന്നാൽ അത് തന്ന വ്യക്തിക്ക് അതിന് വില അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫലമെന്ന് പറയുമ്പോൾ നീ ഫലം കായ്ക്കണം, നിന്നിൽ നിന്ന് വരേണ്ടതാണ്. ദൈവം എനിക്ക് ഗിഫ്റ്റ് നൽകിയെന്ന് പറഞ്ഞാൽ നീ വലിപ്പം കാണിച്ചാൽ നിന്റെ മഹത്വമല്ല, തന്ന വ്യക്തിയുടെ മഹത്വമാണ്. എന്താണ് നിന്റെ മഹത്വം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നിന്റെ ഉള്ളത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും, ഈ 9 സ്വഭാവങ്ങൾ കാണുവാനിടയാകണം. അതാണ് ഞാൻ ഭക്തിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണുവാനിടയാകണം, സന്തോഷം കാണുവാനിടയാകണം. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ ഒരു പയ്യൻ വന്ന് ഞാൻ ചോദിച്ചു, എന്താണ് മകനെ പേര്? അപ്പോൾ പറഞ്ഞ സന്തോഷ്. ഞാൻ ചോദിച്ചു, സന്തോഷം എന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് സന്തോഷമില്ലല്ലോ. അവൻ ചിരിച്ചു. പിന്നെ എപ്പോൾ നോക്കിയാലും അവൻ്റെ മുഖത്തൊരു സന്തോഷം കാണുവാൻ കഴിഞ്ഞു. ഈ സന്തോഷം ഹൃദയത്തിൽ നിന്ന് കടന്നു വരണം. എത്ര കഷ്ടതയും ബുദ്ധിമുട്ടും ഉണ്ടായാലും ക്രിസ്തു നൽകുന്ന സന്തോഷം നമ്മിൽ ഉണ്ടായിരിക്കണം, ദീർഘക്ഷമ നമ്മിൽ ഉണ്ടായിരിക്കണം. ഇവയൊന്നും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളല്ല, ദൈവദാസന്മാർ നൽകുന്നതല്ല, അത് നിന്നിൽ നിന്ന് വരുന്നതാണ്. നീ സാവധാനം വചനം വായിക്കുന്നതായ സമയത്ത്, അതായത് ഒരു ചെടി എങ്ങനെയാണോ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ചെറിയ ചെടി അത് വളർന്ന് വളർന്ന് വലിയൊരു വൃക്ഷമായിട്ട് മാറി അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്, അതുപോലെ തന്നെ നീയും വചനത്തിൽ കൂടി നിന്റെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാകണം, ആത്മാവിൻ്റെ ഫലം കാണപ്പെടണം. ഇതിനുവേണ്ടി നാം എന്താണ് ചെയ്യുന്നത്? വേദപുസ്തകം ധ്യാനിക്കണം, അതുപോലെ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. ബില്ലി സണ്ടി എന്നു പേരുള്ള ഒരു ശ്രേഷ്ഠ ദൈവദാസനുണ്ടായിരുന്നു. യൗവനപ്രായത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണ്, ദൈവത്തിൻ്റെ വേല ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം സ്നാനപ്പെട്ടിട്ട് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ പോയ സമയത്ത് ആ ആലയത്തിലുണ്ടായിരുന്ന മുതിർന്ന ഒരു വ്യക്തി, പ്രായമുള്ളതായ ഒരു വ്യക്തി ഈ പയ്യൻ്റെ തോളിൽ കൈയിട്ടിട്ട്, സ്നാനപ്പെട്ടോ മകനെ, വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത്, എന്നിട്ട് ഈ 3 വിഷയങ്ങൾ നീ ഒരിക്കലും മറന്നു പോകരുത്, അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആത്മീയ ജീവിതത്തിൽ നീ വീണു പോകത്തില്ല, മുൻപോട്ട് പോകാനിടയാകും എന്ന് പറയുവാനിടയായി. എന്തൊക്കെയാണ് 3 വിഷയങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. എന്താണ്? എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ 15 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചിട്ട് ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ദിവസവും 15 മിനിറ്റ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും സംസാരിക്കുക. അപ്പോൾ നിന്റെ ആത്മീയ ജീവിതം നേരെ തന്നെ പോകും. എന്താണ് പറഞ്ഞത്? പറയുക. 15 മിനിറ്റ് ബൈബിൾ വായിച്ച് ദൈവം എന്ത് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. 15 മിനിറ്റ്
ആരോടെങ്കിലും യേശുവിനെക്കുറിച്ച് സംസാരിക്കണം. ചെയ്യുമോ? ചെയ്യാൻ കഴിയുമോ? സമയമില്ലേ? സമയമില്ല കേട്ടോ. കഴിക്കാൻ സമയമുണ്ടോ? 60 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തി 20 വർഷം ഉറങ്ങുകയാണെന്നാണ് പറയുന്നത്. അതായത് 8 മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തിയെക്കുറിച്ചാണ്. അതിൽ കൂടുതലുള്ളവരുടെ കാര്യം പറയണ്ട. 60 വർഷത്തിൽ 20 വർഷവും ഉറക്കത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പോകുന്നത്. എന്താണ്? ഒരു വ്യക്തി ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൂട്ടി അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്, ഡെയിലി 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള സമയത്ത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ വിശ്രമത്തിന് വേണ്ടി എല്ലാം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ആയുസ്സിൽ ഒരു 1.5 വർഷം മാത്രമാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ദൈവം നൽകിയത്? പ്രധാനമന്ത്രിക്ക് എത്ര മണിക്കൂറാണ്? പ്രൈം മിനിസ്റ്ററിന് എത്ര മണിക്കൂറാണ് കൊടുത്തത്? 24 മണിക്കൂറാണ്. അതിലെന്താണ് സംശയം? റോഡിൽ കൂടി ഭിക്ഷയാചിക്കുന്ന വ്യക്തിക്ക് എത്ര മണിക്കൂർ കൊടുത്തു? 24 മണിക്കൂറാണ്. പഠിക്കുന്നവന്, പഠിക്കാത്തവന്, പാവപ്പെട്ടവന്, പണക്കാരന് എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. എന്നാൽ അത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതനുസരിച്ചാണ് ഓരോ വ്യക്തിയും വളരുന്നത്. ചിലർ വൻ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നു, ചിലർ ജീവിതത്തിൽ ഒന്നും തന്നെ സാധിക്കാതെ വൃഥാവാക്കുന്നു. നാം ചിന്തിക്കുമ്പോൾ 24 മണിക്കൂറിൻ്റെ ദശാംശം എത്രയാണ്? 2 മണിക്കൂർ 40 മിനിറ്റ് യഥാർത്ഥത്തിൽ നീ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കൂട്ടി എത്ര കിട്ടിയിട്ടുണ്ട്? 15 എത്രയാണ് പറയുക? 45 മിനിറ്റ്. അതുപോലും കൊടുക്കാൻ കഴിയില്ലേ? നിങ്ങൾ ദശാംശം കൊടുക്കുമ്പോൾ സമയത്തിൻ്റെ ദശാംശവും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനോ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുവാനോ നിങ്ങൾക്ക് സമയം ലഭിക്കുകയില്ല. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. ഞാൻ വീട്ടിലേക്ക് കടന്നുപോയാലും ഈ കാര്യം മാത്രം മറന്നു പോകരുത്. എന്താണ്? 15 മിനിറ്റ് പ്രാർത്ഥിക്കണം, 15 മിനിറ്റോളം വചനധ്യാനം, പിന്നൊരു 15 മിനിറ്റ് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് ഫോൺ ചെയ്തോ നേരിട്ടോ എങ്ങനെയാണോ പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ വലിയ പ്രസംഗമൊന്നും പറയേണ്ട കാര്യമില്ല. യേശുക്രിസ്തു വലിയ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, നിങ്ങളെ സഹായിക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ സൗഖ്യമാക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ അനേകം ആളുകൾ കേൾക്കുവാനിടയാകും. ബൈബിൾ വായിക്കുക. ബോറടിക്കുന്നുണ്ടോ? ബൈബിൾ വായിക്കൂ. വേദനയുണ്ടോ? ബൈബിൾ വായിക്കൂ. ദുഃഖമാണോ? ബൈബിൾ വായിക്കൂ. നിരാശയാണോ? ബൈബിൾ വായിക്കുക. ഭാരത്തോടെ ആയിരിക്കുന്നുവോ? ബൈബിൾ വായിക്കുക. സന്തോഷത്തോടെ ആയിരിക്കുന്നുവോ? ബൈബിൾ വായിക്കുക. കുറെ പണം കിട്ടി എന്ത് ചെയ്യണമെന്നറിയില്ലേ? സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുക, പ്ലാസയിലേക്ക് പോകുക, ബൈബിൾ വായിക്കുക. പണത്തിനെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കുക. എന്തിനാണ് നിനക്ക് പണം തന്നതെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിന്നോട് പറയുവാനിടയാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കുക. അപ്പോൾ നിങ്ങളെ ആരും വഞ്ചിക്കുവാനിടയാകില്ല. പൗലോസും ശീലാസും പ്രസംഗങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സഭ അവർ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കാതെ വീട്ടിൽ ചെന്ന് വേദപുസ്തകം നോക്കി പരിശോധിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കുക. വിശ്വാസികളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾക്കറിയാം, കൊച്ചുകുട്ടികൾ ജനിച്ചാൽ ഉടൻ തന്നെ കരയുന്നു. എന്തിനു വേണ്ടിയാണ്? നല്ലൊരു മാല വാങ്ങിച്ചു താമേ, നല്ലൊരു പഞ്ചാബി ഡ്രസ്സ് എനിക്ക് നല്ലവണ്ണം തയ്പ്പിച്ച് തരണമമ്മേ, അല്ലെങ്കിൽ എനിക്കൊരു പട്ടുപാവാട തയ്പ്പിച്ച് തരണം എന്നൊന്നും പറഞ്ഞല്ല, പാലിനു വേണ്ടിയാണ് കരയുന്നത്. പുതുതായി രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴുള്ള ഡോക്ട്രിൻസ്, തത്വശാസ്ത്രം ഒന്നും ആവശ്യമില്ല. അവർക്ക് വചനമാകുന്ന പാലാണ് ആവശ്യമായിരിക്കുന്നത്. വചനമാകുന്ന പാൽ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി വളർന്നു വരുന്നത് പോലെ അവർ ആത്മീയമായിട്ട് വളരും. അപ്പോൾ യഥാർത്ഥമായത് ഏതാണ്, സത്യം ഏതാണെന്നെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ദൈവാലയത്തിലേക്ക് പോവുക, കർത്താവിനെ സ്തുതിക്കുക. എല്ലാ ഞായറാഴ്ചയും കർത്താവിൻ്റെ ആലയത്തിൽ പോകണം. ജീവിതത്തിൻ്റെ സത്യത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവചിത തലകളെ വണക്കം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. നിന്നിൽ ആശ്രയിച്ച പത്രോസും യോഹന്നാനും നിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തതുപോലെ ഇന്നും നീ സൗഖ്യം അനേകർക്ക് കൊടുക്കുമാറാകണമേ. നിന്റെ മക്കൾക്ക് നീ എല്ലാവിധമായ വിടുതലുകളും കൊടുക്കണമേ. വൈകുന്നേരമാകുമ്പോഴേക്കും മദ്യപിച്ച് മധോന്മത്തനായി കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും സമാധാനം കെടുത്തുന്ന, അതുപോലെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ മദ്യപാനികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അറിവില്ലാതെ കടം വരുത്തി വെച്ചിട്ട് കടഭാരം തീർക്കുവാൻ കഴിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന
കടത്തിന്റെ കെണികളിൽ അകപ്പെട്ടു പോയിരിക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമേ കർത്താവേ. അവരുടെ അധ്വാനത്തെ നീ അനുഗ്രഹിക്കണമേ, അവരുടെ സമ്പാദ്യത്തെ അനുഗ്രഹിക്കണമേ. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് ദൈവത്തോടൊപ്പം നടന്നതായ ഹാനോക്കിനെ പോലെയാകുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. ആ സന്തോഷവും ആ രക്ഷയുടെ ആനന്ദവും ആ സംതൃപ്തിയും ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും ഉള്ളവരായിട്ട് എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി എല്ലാ വ്യക്തികൾക്കും മുൻപോട്ട് പോകുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ അയക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ